Hello everyone, welcome back to Xylem. This is Mohammed Shaju. We are going to learn some beautiful English lessons today. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമുക്കൊന്ന് പ്രോ ആവണ്ടേ, അല്ലെങ്കിൽ ഒന്ന് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണ്ടേ. അതിന് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊരു സീരീസ് ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. സോ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നൗൺ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഒന്ന് നൗണ്, വേർബ്, അതുപോലെ പ്രോനൗണ്, അഡ്ജക്റ്റീവ്സ്, പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്, ആഡ്വേർബ്സ്, ഇവരെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം. ഇവർ ഓരോരുത്തരും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ 9ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുണ്ട്, 10ാം ക്ലാസ്സിലും പഠിക്കാനുണ്ട്, വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. നിങ്ങൾ നൗൺ ഫ്രൈസ് എന്ന് കേട്ടിട്ടില്ലേ? നൗൺ ഫ്രൈസ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നൗൺ എന്താണെന്ന് പഠിക്കണം. സോ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ എന്താണെന്നാണ്. ഇതിനകത്ത് ഇനി ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ നൗൺ എന്താണ് മക്കളെ? നൗൺ വളരെ സിമ്പിളാണ്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേരാണ്. എന്തിൻ്റെയും പേരിനെയാണ് നമ്മൾ എന്ത് പറയാ? നൗൺ എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ, നൗൺ ഇസ് എ വേർഡ് ദാറ്റ് names a person, place, thing, idea or quality. എന്തെങ്കിലും ഒരാളുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഐഡിയയുടെയോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ എന്തിൻ്റെയും പേരിനെയാണ് നമ്മൾ എന്ത് പറയാ? നൗൺ എന്ന് പറയാം. ഷാജു എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ് അല്ലെ. സൈലം എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്. കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്. ലവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്. ഇങ്ങനെ ഒരുപാട് ഇമോഷൻസിനെയും ഫീലിങ്സിനെയും വസ്തുക്കളെയും സ്ഥാപനങ്ങളെയും ആളുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ പേരിനെയാണ് നെയിം ഫോർ നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ നെയിമാണ്. ഇത്രയും കാര്യം നൗൺ സെറ്റ് ആണല്ലോ. നൗണിന്റെ കാര്യത്തിൽ ഇനിയൊരു സംശയമില്ലല്ലോ. എന്തിൻ്റെയും പേരിനെ നമ്മൾ എന്ത് പറയാം? നൗൺ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി നൗണുകൾ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. നൗണുകൾ എന്തെല്ലാം നൗൺസ് ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കോമൺ നൗണ്. എന്താണ് മക്കളെ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ? ആ പേര് തന്നെ ഉണ്ട്, നോൺ സ്പെസിഫിക് പ്ലേസ്, പീപ്പിൾ, തിങ്സ് ഓർ ഐഡിയ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എടുത്തു പറയാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ പേര് അല്ലെങ്കിൽ സാധനങ്ങളുടെ പേര് കോമൺ ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാൻ, സിറ്റി, റിലീജിയൻ എക്സെട്ര. ഇതൊക്കെ എന്താണ്? കോമൺ ആണ്. ഇപ്പൊ റിലീജിയൻ ഒരു പ്രത്യേക മതത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലെ. അല്ലെങ്കിൽ മാൻ, ഒരു മാൻ എന്താ പറയാ, ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് ആയിട്ട് പറഞ്ഞിട്ടില്ല. കോമൺലി മാൻ എന്ന് പറഞ്ഞു, കോമൺലി റിലീജിയൻ എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക സിറ്റിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, സിറ്റി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ അതിന് ഒരു പ്രത്യേക പേര് പറയാതെ കോമൺ ആയിട്ട് അതിന് വിളിക്കുന്ന പേരുകൾക്കാണ് നമ്മൾ എന്താ പറയാ? ഇപ്പോൾ നഗരങ്ങളെ നമ്മൾ സിറ്റി എന്ന് പറയുന്നില്ലേ ഇംഗ്ലീഷിൽ, അതിനെ നമ്മൾ എന്ത് പറയും? കോമൺ നൗൺ എന്ന് പറയും. കോമൺ നൗണ്, കോമൺ ആയിട്ട് പറയുന്ന നൗണ്. അത് ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം നമുക്ക്. പ്രോപ്പർ നൗണ്. അതിന് വാക്കുന്ന് നമുക്ക് കിട്ടും. പ്രോപ്പറായ പേര്, പ്രോപ്പറായ പേര്. സ്പെസിഫിക് പീപ്പിൾ അല്ലെ, പ്രത്യേകം ആളുകളെ, പ്രത്യേകം സ്ഥലങ്ങളെ, പ്രത്യേകം വസ്തുക്കളെയൊക്കെ എടുത്തു പറയാനുള്ള പേര്. ഫോർ എക്സാമ്പിൾ, ഷാജു ഒരു എക്സാമ്പിൾ ആണ്. ലണ്ടൻ ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെ, കൃത്യമായ ഒരു സ്ഥലം. സിറ്റി എന്നല്ലല്ലോ പറയുന്നത്. സിറ്റി ആണെങ്കിൽ കോമൺ നൗൺ ആണ് അല്ലെ. ലണ്ടൻ ആകുമ്പോൾ അതെന്തായി? സ്പെസിഫിക് ആയിട്ട് പറയുന്നു. സോ ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. അതൊരു പ്രോപ്പർ നൗൺ ആണ്. സെറ്റ് അല്ലേ പ്രോപ്പർ നൗണ്? മൂന്നാമത്തത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. പേര് പോലെ തന്നെയാണ്, അബ്സ്ട്രാക്ട് ആണ്. കാണാനൊന്നും പറ്റില്ല, സെൻസ് ചെയ്യാനൊന്നും ഒക്കെ നമുക്ക് പറ്റും. എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് യു ക്യാൻ നോട്ട് പെർസീവ് വിത്ത് യുവർ 5 സെൻസസ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെൻസ് തൊടാനോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, സ്മെല്ല് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റാത്ത ചില എന്താ പറയാ പേര് സാധനങ്ങളുണ്ട് അല്ലെ. അവരെയാണ് നമ്മൾ എന്ത് പറയാ? ഈ പറയുന്ന പോലെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കാം. ബിലീഫ്, വിശ്വാസം എന്ന് പറയുന്നത് അത് എൻ്റെ വിശ്വാസമാണ്. അല്ലെങ്കിൽ സ്നേഹം, സ്നേഹം ഇല്ലേ, പക്ഷെ കാണാൻ പറ്റുന്നുണ്ടോ? തൊടാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നുണ്ടോ? സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു പേരുണ്ട് അതിന്. ആ ഇമോഷൻ, എനിക്ക് നിങ്ങളോട് തോന്നുന്ന, നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന, നിങ്ങൾക്ക് രക്ഷിതാക്കളോട് തോന്നുന്ന അല്ലെ, നമുക്ക് പരസ്പരം തോന്നുന്ന നമ്മൊരു ഇമോഷൻ, സ്ട്രോങ് ബോണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നൗൺ തന്നെയാണ്. ആ നൗൺ അബ്സ്ട്രാക്ട് നൗൺ ആണ്. ലവ് എക്സാമ്പിൾ ആണ്. ഹങ്കർ, വിശപ്പ് എക്സാമ്പിൾ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? വിശപ്പിനെ അറിയാം നമുക്ക് അല്ലെ. ഹങ്കർ. ഹാപ്പിനെസ് ഒരു എക്സാമ്പിൾ ആണ്. സന്തോഷം കാണാൻ പറ്റുന്നുണ്ടോ? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താ പറയാ? ഹാപ്പിനെസ് എന്ന് പറയാ. പ്രൈഡ്, അഭിമാനം തോന്നുക. ഓക്കെ, പ്രൗഡ്, അഭിമാനം തോന്നുക. പ്രൈഡ്, അഹങ്കാരം തോന്നുക. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? എന്തിൻ്റെ അടിയിൽ വരുന്നതാണ്? അബ്സ്ട്രാക്ട് നൗൺസിന്റെ
അണ്ടറിൽ വരുന്നതാണ്. സോ അബ്സ്ട്രാക്ട് നൗണും എന്താ നിങ്ങൾ ഈ പേരൊന്നും പഠിച്ചു വെക്കണമെന്നില്ല. നിങ്ങൾ എന്തൊക്കെ നൗൺ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയത്. ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ രാജു ഇസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്നതിൽ എത്ര നൗൺ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആ നൗൺ ഏതൊക്കെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, പേരുകളൊന്നും നിങ്ങൾ അങ്ങനെ ആലോചിച്ച് ഓർത്തു വെച്ചാൽ നല്ലത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, കോൺക്രീറ്റ് നൗൺ. എന്താണ് കോൺക്രീറ്റ് നൗൺ? സംതിങ് ദാറ്റ് യു ക്യാൻ പെർസ്യൂ വിത്ത് യുവർ 5 സെൻസസ്. നിങ്ങളുടെ 5 സെൻസസ് കൊണ്ട് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ കോൺക്രീറ്റ് നൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ലയൺ, ഐസ്, ഫ്ലവേഴ്സ് എക്സെട്ര. ഇതൊക്കെ എന്താ അതിൻ്റെ ഓരോരുത്തരുടെ പേരാണ്. നമുക്ക് കാണാനും കേൾക്കാനും തൊടാനും അറിയാനും ഒക്കെ പറ്റുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള, തൊട്ടറിയാൻ പറ്റുന്ന, കണ്ടറിയാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് പറയും? യെസ്, നമ്മളതിനെ കോൺക്രീറ്റ് നൗൺ എന്ന് പറയും. അടുത്തത് കൗണ്ടബിൾ നൗൺ. അത് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്, എണ്ണാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ പെൻസിൽ, പെന്ന്, അല്ലെ, അല്ലെങ്കിൽ ആപ്പിൾ, ആപ്പിൾസ്, അതുപോലെ ട്രെയിന്, ക്ലോക്ക്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ടേബിള് എന്നും പറയാം. ബുക്ക്, ഇതൊക്കെ ബുക്ക് അല്ലെ, ടേബിൾസ്, ഇതൊക്കെ എണ്ണാൻ പറ്റുന്നതല്ലേ. അതിനെ നമ്മൾ എന്ത് പറയും? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ. നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താത്ത ചില വസ്തുക്കളുണ്ട്. ഫോർ എക്സാമ്പിൾ മിൽക്ക്, നമ്മൾ എണ്ണാറുണ്ടോ? ഇത്ര തുള്ളി മിൽക്ക്, അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ മ്യൂസിക് പറയാറുണ്ടോ? ഇത്ര പാക്കറ്റിൽ മ്യൂസിക് വേണം നമുക്ക്, അങ്ങനെയാണോ പറയാ? ഇല്ല. അതുപോലെ തന്നെ ഫുഡ്, വാട്ടർ, സ്നോ, റൈസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതൊക്കെ അൺകൗണ്ടബിൾ നൗണിന് എക്സാമ്പിൾ ആണ്. നൗൺ ആണ് ഇതെന്നൊക്കെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയും. എന്ന് വെച്ചാൽ മേഡ് അപ്പ് ഓഫ് 2 or more സ്മോളർ വേർഡ്സ്. 1 or 2 ചെറിയ വാക്കുകൾ കൊണ്ട് ചേർത്ത് എഴുതുന്ന ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? കോമ്പൗണ്ട് നൗൺസ്. ഫോർ എക്സാമ്പിൾ വാട്ടർ ടാങ്ക് പറയില്ലേ? ടെക്സ്റ്റ് ബുക്ക് പറയില്ലേ? നെക്സ്റ്റ് സീ ഫുഡ് എന്ന് കേട്ടില്ലേ നിങ്ങൾ? അതുപോലെ സൺ ഉണ്ട്, ഫ്ലവർ ഉണ്ട്, ഒരുമിച്ച് വന്നു സൺഫ്ലവർ എന്ന് പറയുന്ന പുതിയൊരു കോമ്പൗണ്ട് നൗൺ ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ ആണ്. എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു റെഫർ ടു എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആസ് എ ഹോൾ. ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് എന്ന് വെച്ചാൽ എ ബഞ്ച്, ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേര്. എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരല്ലേ, അല്ലെ? അതുപോലെ തന്നെ ഫ്ലോക്ക്, ഒരു ആട്ടിൻ പച്ചകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുക. അതുപോലെ ഫാമിലി ഒരു എക്സാമ്പിൾ ആണ്. ഫാമിലി ഒരു കളക്റ്റീവ് നൗൺ ആണ്. അപ്പോൾ ഒരു കളക്ഷൻ, ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരിനെയാണ് നമ്മൾ എന്താ പറയുക? കളക്റ്റീവ് നൗൺ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് വളരെ സിമ്പിൾ ആണ്, സിംഗുലർ നൗൺ. റെഫർ ടു 1 person, പ്ലേസ്, തിങ്. ഒരെണ്ണത്തെ മാത്രം സൂചിപ്പിക്കുന്നതാണെങ്കിൽ സിംഗുലർ നൗൺ. അപ്പോൾ എന്താ എക്സാമ്പിൾ? കാറ്റ്, ഡോഗ്, ഷിപ്പ്, ഹീറോ എക്സെട്ര ആർ എക്സാമ്പിൾ. ഇനി അടുത്ത നോക്കുക, പ്ലൂറൽ നൗൺ. എന്താ പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞാൽ? പ്ലൂറൽ ആയിട്ടുള്ളത്, ഒന്നിൽ കൂടുതലുള്ളതിന്. ഫോർ എക്സാമ്പിൾ കാറ്റ്സ്, ഡോഗ്സ്, ഷിപ്സ്, ബേബീസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, പ്ലൂറൽ നൗണിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്ത് മാത്രമാണ് മക്കളെ? വളരെ ചെറിയ സമയം കൊണ്ട് പാർട്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ ആളെ നമ്മൾ കവർ ചെയ്തു. ഒന്നാമത്തെ ആള് ആരാണ്? നൗൺ ആണ്. എന്താ നൗൺ? ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. നൗൺ എന്ന് പറഞ്ഞാൽ പേരാണ്. എന്തിൻ്റെയും പേരിനെ നമ്മൾ എന്താ പറയുക? നൗൺ എന്ന് പറയുക. അത് കാണാൻ പറ്റുന്നുണ്ട്, തൊടാൻ പറ്റുന്നുണ്ട്, തൊടാൻ പറ്റാത്തതുണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സാധനം അബ്സ്ട്രാക്ട് നൗൺ ആയിരിക്കും. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലവ്, അതുപോലെ അഫെക്ഷൻ, അതുപോലെ നമ്മുടെ ആങ്കർ, പ്രൈഡ്, ഹാപ്പിനെസ്, ഇതൊക്കെ നൗൺ ആണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായാൽ മതി. ഇത് നമുക്ക് നൗൺ ഫ്രേസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നൗൺ ഫ്രേസ് എന്താണെന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. മിടുക്കരായിരിക്കുക, കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.